എൻ്റെ പേര് ഷമീർ. ഞാൻ ഇവിടെ കൊടുവള്ളി തന്നെയാണ്. എൻ്റെ ചോദ്യം, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് ജിന്നെ നീ എന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാവുമെന്ന്. നൽകിയ കഴിവ് ജിന്നുകൾക്കുണ്ട്, ശരിയാണ്. ആ കഴിവ് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നില്ല. പക്ഷെ എന്തെല്ലാം നൽകി, ഏതെല്ലാം നൽകി, ഏതിനെല്ലാം എന്തെല്ലാം ഉണ്ട് നമുക്കറിയില്ല. താങ്കൾക്ക് സ്വാഭാവികമായും രണ്ടാമത്തെ ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നൽകിയ മുഴുവൻ കലാമത്ത് കൊണ്ട് ചോദിച്ചാൽ ശിർക്കാവോ എന്ന് ചോദിക്കാനാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ നൽകിയ കഴിവ് എന്നുള്ളത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കഴിവാണെങ്കിൽ ആ കഴിവ് ഉണ്ട് എന്ന് അംഗീകരിക്കലോ ആ കഴിവ് വിശ്വസിക്കലോ ആ കഴിവ് പ്രകാരം ഇടപെടുമെന്ന് വിശ്വസിക്കലോ തൗഹീദിന് വിരുദ്ധമല്ല, ശിർക്കല്ല. അതേസമയം ഇല്ലാത്ത കഴിവിനെ സങ്കല്പിച്ചുണ്ടാക്കി ചോദിക്കുമ്പോൾ അവിടെ വകുപ്പ് മാറും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം അതല്ലേ? അടുത്ത ചോദ്യം, ഈ ദുനിയാവിലെ ആർക്കും അള്ളാഹു നൽകാത്തൊരു കഴിവും ഇല്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോ ജിന്നിനോടല്ല ആരോടും സഹായം ചോദിക്കാം, മരിച്ച ആളുകളോടും സഹായം ചോദിക്കുന്നത് നൽകിയ കഴിവുകൊണ്ട് അവരെ സഹായിക്കണേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായി. അത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം അതാ പറഞ്ഞത്. നമ്മൾ ഒന്നാമത്തെ തറ ഇടുമ്പോ അറിയാം ഇത് എത്ര വലുപ്പത്തെടുക്കാനുള്ള വീടാന്നുള്ളത്. ഫൗണ്ടേഷൻ കണ്ടാൽ അറിയാലോ എത്ര ഫ്ലോർ മേപ്പെട്ട് പോകാൻ ഉദ്ദേശം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങളൊക്കെ കുറെ കാലം പോയി ചോദിച്ചോലും, അങ്ങനെ മുഖാമുഖത്തിൽ ഇങ്ങനെ പോയി ചോദിച്ചോലും അവിടെ പോയി ചോദ്യം ചെയ്തു വെക്കുന്നത് ഞങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ആർക്കുള്ള കഴിവും അല്ലാഹ് കൊടുത്തു തന്നെയാണ്. അല്ലാഹ് കൊടുക്കാത്ത കഴിവ് ആർക്കുമില്ല. അല്ലാഹ് കൊടുക്കാത്തൊരു കഴിവ് ഒരാൾക്കുണ്ട്, വിശ്വസിച്ചാൽ തന്നെ ഓമന കാഫിറായി. അള്ളാഹിനെ പോലെ വേറെ അല്ലാഹ് സ്ഥാപിച്ചു. പിന്നെ അല്ലാഹ് കൊടുക്കാത്തവരുണ്ട്. പക്ഷെ അല്ലാഹ് കൊടുക്കാത്ത കഴിവിനെ കൊടുത്തു എന്ന് സങ്കല്പിക്കുമ്പോൾ പ്രശ്നം, അവിടെ പ്രശ്നം. കൊടുക്കാത്ത കഴിവ്, കൊടുത്ത കഴിവ് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ള കഴിവ്. മരിച്ചുപോയ അമ്പ്യ ഉലിയാക്കന്മാർക്ക് ഈ ദുന്യാവിലേക്ക് ഇടപെടാനുള്ള വല്ല കഴിവുണ്ടോ? ഇല്ല. അങ്ങനെ സിസ്റ്റമേ ഇല്ല. അതുകൊണ്ടാണ് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ശുഹദാക്കൾ സ്വർഗത്തില് സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. അപ്പൊ അവര് പറയും, ഞങ്ങൾ എന്താ ആഗ്രഹിക്കാനാ, എല്ലാം ലഭ്യമായിട്ടുണ്ടല്ലോ. അല്ല, ആഗ്രഹം വല്ലതും പറയുക. അങ്ങനെ ആഗ്രഹം പറയാൻ അള്ളാഹു വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അവര് പറയും, ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒന്നുകൂടെ മടങ്ങിച്ചെന്ന് ഒന്നും കൂടെ യുദ്ധം ചെയ്ത് വീണ്ടും ഷഹീദായി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ റബ്ബ് പറയും, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക ഇല്ല, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക ഇല്ല. അപ്പോൾ തിരിച്ചു പോയവർ അവിടുന്ന് ഇങ്ങോട്ട് വരിക എന്ന ഈ ദുനിയാവാകുന്ന ഈ ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് ബർസഖി ലോകത്തേക്ക് പോയവർ ഈ ലോകത്തേക്ക് മടങ്ങി വരിക എന്ന സിസ്റ്റം ഇല്ല. അവരുടെ ഒരേ ഒരു ആഗ്രഹം അത് നിറവേറാൻ പോലും അവർ വരുന്നില്ല. എങ്കിൽ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഓടിയെത്താനും നമ്മൾ വിളിച്ചാൽ കേൾക്കാനുമുള്ള ഒരു സിസ്റ്റം അവർക്കില്ല. പിന്നെ നമ്മൾ വിളിച്ചാൽ ഷെയ്ഖ് കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിക്കണമെങ്കിൽ ഈ സിസ്റ്റം ഒന്നുമില്ലാതെ, ഈ കാര്യകാരണ സംവിധാനമില്ലാതെ, ഈ ഭൗതിക വഴി ഇല്ലാതെ കാണാനും കേൾക്കാനും കഴിയുമെന്ന് വിശ്വസിക്കണം. അതാവട്ടെ റബ്ബിൽ പങ്കുചേർക്കലാണ്. അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹ് കൊടുത്തിട്ടില്ല. മുഴുജത്ത് കറാമത്ത് എന്നുള്ള അവർക്കുള്ള കഴിവല്ല. മുഴുജത്ത് കറാമത്ത് അമ്പിയായിനെയും ഔലിയായിനെയും കഴിവല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചാണ് പ്രശ്നം. ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നു അതുപോലെ കഴിവാണ്. അങ്ങനത്തെ കഴിവേ അല്ല. മുഴുജത്ത് കറാമത്ത് എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു പ്രകടിപ്പിക്കുന്നു. അല്ല അവരെ കൈക്കായി എന്ന് മാത്രം. മൂസാ നബി വടിയിട്ട് പാമ്പായി മുഴുജത്താണ്. അത് കണ്ട് മൂസാ നബി പേടിച്ചു എന്ന് പറഞ്ഞത്. മൂസാ നബി തന്നെ പേടിച്ചു അത് കണ്ടപ്പോൾ. സ്വന്തം ഒരു കഴിവാണെങ്കിൽ പിന്നെ വേജാളില്ലല്ലോ. പുറത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വടിയുണ്ട്, ഇനി ഇതുകൊണ്ട് ഞാൻ ഇവിടെ പലതും കാണിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിക്കല്ല. അപ്പൊ മുഴുജത്തും കറാമത്തും അവർക്കുള്ള കഴിവല്ല. അങ്ങനത്തെ കഴിവുമില്ല. മുഴുജത്തും കറാമത്തും നേരെ കണ്ടവർ അവരോട് ചോദിച്ചിട്ടില്ല. മറിയം ബീവിയുടെ കറാമത്ത് നേരെ കണ്ട ആളാ സക്കരിയ നബി. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ നബി കടന്നു വരുമ്പോഴെല്ലാം റിസ്ക് കാണുന്നു മറിയമിന് മുമ്പിൽ. ഇത് കണ്ട് എവിടുന്നാ കിട്ടിയത് ചോദിക്കുമ്പോൾ ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഈ മറുപടി കേട്ട സക്കരിയ നബി എന്താ ചെയ്തത്? ഇത്ര കറാമത്തല നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാ ഞാനിവിടെ അടുങ്ങാറായിക്കണത്, ഇന്നൊന്ന് സഹായിക്കണം എന്നല്ല പറഞ്ഞത്. സൂറത്ത് ആലു ഇമ്രാനിൽ ഈ സംഭവം പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞ അടുത്തായത് എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അവിടെ വെച്ച് സക്കരിയ നബി തന്റെ റബ്ബിനോട് തേടി. കറാമത്ത് കണ്ട സക്കരിയ നബി അള്ളാഹനെ മനസ്സിലാക്കി. മൂസാ നബിന്റെ കറാമത്ത് കണ്ട സാഹിര്യങ്ങൾ ആമന്നാ ബി റബ്ബിൽ ആലമീൻ,
റബ്ബുൽ ആലമീൻ ഞങ്ങൾ വിശ്വസിച്ചു. മൂസാ നബിയോട് തേടല ചെയ്ത് ഓല് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മൂസാ നബിയെ എന്ന് വിളിച്ചില്ല. മുഹമ്മദ് നബിയുടെ കറാമത്ത് കണ്ട സ്വഹാബിമാര് റസൂലുള്ളാഹിനെ വിളിച്ച സഹായം തേടില്ല. കാലശേഷം ഒരു പ്രശ്നം പ്രയാസം വന്നപ്പോ റസൂലുള്ളാഹിനെ ഖബറിലേക്ക് പോലും പോയില്ല, നബിയോട് തേടിയില്ല, നബിനെ വിളിച്ച് സങ്കടം പറഞ്ഞില്ല. സ്വഹാബത്തിന്റെ കറാമത്ത് കണ്ട താബിഈങ്ങള് അവരുടെ കാലശേഷം ആ സ്വഹാബിമാരെ വിളിച്ചുകൊണ്ട് പ്രശ്നം പറഞ്ഞില്ല. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ കാലശേഷം 8-10 കൊല്ലം നബിയും നബിയുടെ കൂടെയുള്ളവരും ജീവിച്ചിട്ട് ആ കാലഘട്ടങ്ങളിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ബദരീങ്ങളെ കാക്കണമെന്ന് നബി വിളിച്ചില്ല, സ്വഹാബിമാർ വിളിച്ചില്ല. നബിയുടെ കാലശേഷം 100 കൊല്ലത്തോളം സ്വഹാബിമാർ ജീവിച്ചിട്ട് അവരാരും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ബദരീങ്ങളെ എന്ന് വിളിച്ചില്ല, അള്ളാഹു വിളിച്ച സഹായം തേടിയില്ല. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം അവരാരും മനസ്സിലാക്കിയിട്ടില്ല. ഇല്ലാത്തത് സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ ശിർക്കിൽ പോയി അകപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക.